മാങ്ങ മപ്പാസാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ ചേരുവകൾ: 2 വലിയ മാങ്ങ തൊലി കളഞ്ഞ് വെച്ചത്, 1 വലിയ സവാള, 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ആവശ്യമായ പൊടികൾ: 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 മുറി തേങ്ങ. താളിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില. ഇത്രയുമാണ് ആവശ്യമായ ചേരുവകൾ. ഇനി ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം ഇപ്പോൾ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. മാങ്ങ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കുക. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചു നേരം വെള്ളത്തിലിട്ട് പുളി കളയാവുന്നതാണ്. സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. താളിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചുവന്നുള്ളിയും വറ്റൽമുളകും മുറിച്ചെടുക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അരച്ച് പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും ഇതുപോലെ എടുത്തു വെക്കുക. അപ്പോൾ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതുണ്ടാക്കി തുടങ്ങാം. ഇതുപോലെ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഉലുവ ഇടാവുന്നതാണ്. 1/4 ടേബിൾ സ്പൂൺ ഉലുവയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഉലുവ ഇട്ട് ചെറുതായിട്ട് പൊട്ടി തുടങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കടുക് ഇടാവുന്നതാണ്. ഉലുവ പൊട്ടിക്കഴിഞ്ഞു. കുറച്ച് കടുക് ഇട്ടു. കടുകും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ചേരുവകൾ ഇടാവുന്നതാണ്. ആദ്യമായി നമ്മൾ ഇട്ടിരിക്കുന്നത് വെളുത്തുള്ളിയാണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമ്മൾ ഇട്ടു. അതിനുശേഷം ഇഞ്ചി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വയ്ക്കുക. നല്ല ബ്രൗൺ കളർ വരെ മൂപ്പിക്കുക. മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർക്കാവുന്നതാണ്. നന്നായി ഇളക്കി കൊടുക്കുക. സവാള പെട്ടെന്ന് മൂക്കുന്നതിനായി നമ്മൾക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ സവാള കുറച്ച് വാടിക്കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായി മൂക്കുന്നതിന് മുമ്പ് നമുക്ക് വാടിക്കഴിയുമ്പോൾ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി മൂക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളികളെല്ലാം ശരിക്കും മൂത്തിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ വരെ നമ്മൾ മൂപ്പിച്ചു. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർക്കാവുന്നതാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർക്കുന്നു. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നന്നായി ഇളക്കുക. കരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതാണ്. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി അതിലേക്ക് ചേർക്കുന്നതാണ്. എരിവ് ആവശ്യമുള്ളവർ മുളക് പൊടിയുടെ അളവ് കൂട്ടാവുന്നതാണ്. നന്നായി ഇളക്കുക. നല്ല കളർ മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കും. മൂത്ത് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. മണമൊക്കെ മാറി വരുന്നുണ്ട്. മുളക് പൊടിയുടെ പച്ച മണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. മൂത്ത് കഴിഞ്ഞു. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 വലിയ മാങ്ങ തൊലി കളഞ്ഞ് കഴുകി ഇതുപോലെ ചെറിയ പീസുകളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ആ മാങ്ങയും ഇതിലേക്ക് ഇളക്കി കൊടുക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മൂത്ത പൊടിയിലേക്ക് മാങ്ങ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. അതിൻ്റെ ചേരുവകളെല്ലാം മാങ്ങയിൽ പിടിക്കുന്ന തരത്തിൽ നന്നായി ഇളക്കി കൊടുക്കുക. മാങ്ങയിലേക്ക് പൊടികളെല്ലാം ഇതുപോലെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ്. 1 മുറി തേങ്ങയിൽ നിന്നാണ് നമ്മൾ പാലെടുത്തിരിക്കുന്നത്. 2-ാം പാലാണ് ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത്. 1-ാം പാല് അവസാനമാണ് ചേർക്കുക. 2-ാം പാല് ചേർത്ത് നന്നായി ഇളക്കുക. മാങ്ങ വേവുന്നത് വരെ മൂടി വയ്ക്കാവുന്നതാണ്.
മാങ്ങ വെന്തോ എന്നറിയുവാൻ വേണ്ടി നമുക്ക് മൂടി തുറന്ന് ഇടയ്ക്ക് മാങ്ങ ഒന്ന് ഞെക്കി നോക്കുമ്പോൾ വെന്തിട്ടുണ്ടോ നമുക്കറിയാം. തീ കുറച്ചിടേണ്ടതാണ്, വെള്ളം പറ്റിപ്പോകാതെ ശ്രദ്ധിക്കുക. മാങ്ങ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമ്മളിപ്പോഴാണ് ഗരം മസാല ചേർക്കുന്നത്. ആദ്യം പൊടി മൂപ്പിച്ചപ്പോൾ ഗരം മസാല ചേർത്തിട്ടില്ല. മാങ്ങ വെന്തതിന് ശേഷം ഗരം മസാലയും ചേർത്ത് ഇളക്കി നമ്മൾ തീ കുറച്ച് വെച്ചതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന 1/4 പാൽ അഥവാ തൻ പാൽ നമ്മൾ ഒഴിക്കാവുന്നതാണ്. തൻപാൽ ഒഴിച്ചതിന് ശേഷം അധികം ഇളക്കുവാൻ പാടില്ല, അധികം തിളയ്ക്കുവാനും പാടില്ല. ഒരു കുറുകിയ മാങ്ങ മപ്പാസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ചെറിയ ഒരു തിള വന്ന് തുടങ്ങുന്നതായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാവുന്നതാണ്. പുളി ഭയങ്കരമുള്ള മാങ്ങയാണ് എങ്കിൽ കുറച്ച് പഞ്ചസാര, 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാവുന്നതാണ്. അപ്പോൾ മാങ്ങ മപ്പാസിന് ചെറിയ മധുരം ഉണ്ടാകും. ഇനി നമുക്ക് അത് അടുപ്പത്ത് നിന്ന് മാറ്റാം. ഇനി കടുക് താളിക്കുന്നതിന് നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ചീനച്ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് ചേർത്ത് കൊടുക്കുന്നു. നന്നായി പൊട്ടിയതിനു ശേഷം നമുക്ക് വറ്റൽ മുളക് ഒരുപാട് ചെറിയ പീസാക്കുന്നില്ല, നമുക്കിതുപോലെ അരിഞ്ഞ് ഉള്ളിയും അരിഞ്ഞ് അതിൽ ചേർക്കാവുന്നതാണ്. മൂക്കുന്ന അതിനോടൊപ്പം തന്നെ നമ്മൾ 2 തണ്ട് കറിവേപ്പില ചേർക്കുന്നു. മൂക്കുന്നത് വരെ ഇളക്കുക. കടുക് താളിച്ചത് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കുന്നതാണ്. നമ്മൾ ആദ്യം പാല് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ മപ്പാസിലേക്ക് കടുക് മൂപ്പിച്ച് ചേർക്കുന്നു. അധികം ഇളക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മാങ്ങ മപ്പാസ് തയ്യാറായിരിക്കുന്നു. നമുക്ക് വിളമ്പാവുന്നതാണ്. Like, subscribe, press the bell icon.